ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിന്ദ്. ഇന്നത്തെ വീഡിയോ താരനകറ്റാൻ സഹായിക്കുന്ന ആയുർവേദ എണ്ണകളെക്കുറിച്ചാണ്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ദുർദുര പത്രാതി കേരമാണ്. ദുർദുര പത്രാതി കേരം നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയിൽ പുരട്ടുന്നത് താരൻ പോലുള്ള പ്രോബ്ലംസിന് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ താരനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചൊറിച്ചിൽ, പൊടിയായിട്ട് ഇളകി വരുന്നത്, ഇതെല്ലാം മാറിക്കിട്ടാനായിട്ട് ദുർദുര പത്രാതി കേരം വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഡ്രൈ സ്കാൽപ്പിനും സ്കാൽപ്പ് സോറിയാസിനൊക്കെ ദുർദുര പത്രാതി കേരത്തിൻ്റെ ആപ്ലിക്കേഷൻ വളരെ ഹെൽപ്ഫുള്ളായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രധാന ചേരുവയായിട്ട് ചേർക്കുന്നത് ഉമ്മത്തിൻ്റെ ഇലയും സീഡ്സും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉഷ്ണവീര്യമുള്ള ഒരു തൈലമാണ് ദുർദുര പത്രാതി കേരം. ഇത് ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ടുള്ളത് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ഫോൾ പോലത്തെ പ്രോബ്ലംസ് മാറിക്കിട്ടാനും സഹായിക്കുന്നതാണ് ദുർദുര പത്രാതി കേരത്തിൻ്റെ ആപ്ലിക്കേഷൻ. അതുപോലെ നമുക്ക് ഫലപ്രദമായിട്ടുള്ള മറ്റൊരു തൈലം എന്ന് പറയുന്നത് ദുർവാതി കേരമാണ്. ദുർവാതി കേരത്തിൽ പ്രധാന ചേരുവയായിട്ട് ചേർക്കുന്ന കറുകപ്പുല്ലാണ്. അതുകൊണ്ട് തന്നെ അത് കൂളിംഗ് നേച്ചറുള്ള ഒരു തൈലമാണ്. അതായത് തണുവ് കിട്ടുന്ന ഒരു തൈലം തന്നെയാണ് ദുർവാതി കേരം. അതുകൊണ്ട് തന്നെ അത് ഡാൻഡ്രഫ് പോലെയുള്ള ഇഷ്യൂസ് മാറിക്കിട്ടാനും അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ്, എക്സീമ പോലുള്ള കണ്ടീഷൻസിന് വളരെ ഹെൽപ്ഫുള്ളാണ് ദുർവാതി കേരത്തിൻ്റെ ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് കുട്ടികൾക്കായാലും തലയിൽ തേച്ച് കൊടുക്കാവുന്നതാണ് ദുർവാതി കേരം. അത് ഫംഗൽ ഇൻഫെക്ഷൻസ് പോലെ വരുന്നത്, ചൊറിച്ചിൽ, വട്ടത്തിലുള്ള ചൊറിച്ചിൽ, ഇതെല്ലാം വരുന്നതൊക്കെ മാറിക്കിട്ടാനായിട്ട് ദുർവാതി കേരത്തിൻ്റെ ആപ്ലിക്കേഷൻ വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ നമുക്ക് ഫലപ്രദമായിട്ടുള്ള മറ്റൊരു തൈലം എന്ന് പറയുന്നത് അയ്യപ്പാല കേര തൈലമാണ്. അയ്യപ്പാലയാണ് ഇതിൻ്റെ പ്രധാന ചേരുവ. ശ്വേതകുടജ എന്ന് നമ്മൾ സംസ്കൃതി പറയുന്ന അയ്യപ്പാലയാണ് ഇതിൻ്റെ പ്രധാന ചേരുവ. ഇത് സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസ് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമുക്ക് ഡാൻഡ്രഫ് പോലുള്ള കണ്ടീഷൻസ് മാറിക്കിട്ടാനും നമുക്ക് അയ്യപ്പാല കേര തൈലം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ഒരു കൂളിംഗ് നേച്ചറുള്ള ഒരു തൈലം തന്നെയാണ് അയ്യപ്പാലയുടെ കേര തൈലം. ഇത് ഡാൻഡ്രഫ് മാറിക്കിട്ടാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് അയ്യപ്പാലയുടെ. അതുപോലെ തന്നെ സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തൈലം തന്നെയാണ് അയ്യപ്പാലയുടെ കേര തൈലം. മറ്റൊരു ഫലപ്രദമായ തൈലം എന്ന് പറയുന്നത് വിൽവപത്രാദിയാണ്. ഇത് തലയിൽ നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് പുരട്ടുന്നത് ഫോളിക്കുലൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിന് വളരെ ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് മാറിക്കിട്ടാനും അതുപോലെ തന്നെ തലയോട്ടിൽ ചെറിയ കുരുക്കളായിട്ട് വരുന്നത്, ചൂട് കുരുക്കളായിട്ട് വരുന്നതൊക്കെ മാറിക്കിട്ടാനായിട്ട് വളരെ ഫലപ്രദമാണ് വിൽവപത്രാദി തൈലത്തിൻ്റെ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ഇതൊരു തണുവ് തരുന്ന തൈലം കൂടി ആയതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് പോലുള്ള കണ്ടീഷൻസിന് വളരെ ഫലപ്രദമായിരിക്കും. സ്ട്രെസ് ഒഴിവാക്കാനും അതുപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാനും തലവേദനയൊക്കെ മാറിക്കിട്ടാനും ഒക്കെ വളരെ ഫലപ്രദമാണ് വിൽവപത്രാദി തൈലത്തിൻ്റെ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ചെമ്പരത്തിയാദി തൈലം, ഏലാദി തൈലം, മാലത്തിയാദി തൈലം, ഇതുപോലെയുള്ള തൈലങ്ങളുടെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. ഡാൻഡ്രഫ് പോലുള്ള കണ്ടീഷൻസ് മാറിക്കിട്ടാനും അതുപോലെ തന്നെ ഹെയർ ഫോൾ പോലുള്ള കണ്ടീഷൻസ് മാറിക്കിട്ടാനും ഒക്കെ വളരെ ഫലപ്രദമാണ്. ഏലാദി കേരമായാലും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തൈലമാണ് ഏലാദി കേരം. ഇത് നമ്മുടെ ഡാൻഡ്രഫ് മാറിക്കിട്ടാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് മൂലമുള്ള ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടാനും ഏലാദി കേരത്തിൻ്റെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ മാലത്തിയാദി കേരമായാലും ചെമ്പരത്തിയാദി തൈലമായാലും നമുക്ക് തണുവ് തരുന്ന തൈലങ്ങളാണ്. അതുപോലെ അത് ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന തൈലങ്ങൾ. ഹെയർ ഫോളിനും ഡാൻഡ്രഫിനും അതുപോലെ തന്നെ സ്കാൽപ്പിൽ വരുന്ന മറ്റ് ഇൻഫെക്ഷൻസിന്, ഫംഗൽ ഇൻഫെക്ഷൻസിന്, എക്സീമയ്ക്കും സോറിയാസിസിനും ഒക്കെ ഫലപ്രദമായിട്ടുള്ള ആയുർവേദ തൈലങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.